എക്സൈസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ അബ്കാരി കേസ് പ്രതിയുടെ അതിക്രമം. എറണാകുളം നോർത്ത് പറവൂരിലാണ് സംഭവം. വീടിന്റെ ജനൽ ചില്ല് തകർത്തു. ഈ സമയം വീട്ടിലുണ്ടായിരുന്ന എക്സൈസ് പ്രിവന്റീവ് ഓഫീസറുടെ ഭാര്യയ്ക്ക് പരിക്കേറ്റു. വീടിന്റെ പോർച്ചിൽ കിടന്ന കാറിന്റെ ബോണറ്റ് കരിങ്കല്ല് കൊണ്ട് ഇടിച്ചു തകർത്തു. അനധികൃത മദ്യവിൽപ്പനയ്ക്കെതിരെ കേസെടുത്ത വൈരാഗ്യത്തിന്റെ പുറത്തായിരുന്നു അതിക്രമം. പകൽ വീടിന് മുന്നിലെത്തിയ പ്രതി പലതവണ കല്ലെറിഞ്ഞു. ശബ്ദം കേട്ട് നോക്കാനെത്തിയ വീട്ടിലുണ്ടായിരുന്നവർക്ക് നേരെയും കല്ലെറിഞ്ഞു. പിന്നീട് രാത്രിയെത്തി വീണ്ടും അക്രമം നടത്തുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് എക്സൈസ് ഓഫീസർ നൽകിയ പരാതിയിൽ കേസെടുത്ത പോലീസ് പ്രതിയായ രാകേഷിനെ പിടികൂടി. അനധികൃത മദ്യവിൽപ്പന നടത്തിയതിന് പറവൂർ സ്വദേശിയ രാകേഷിനെതിരെ എക്സൈസ് കേസെടുത്തിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് ഹനീഷിന്റെ കെടാമംഗലത്തുള്ള വീട്ടിലെത്തി പ്രതി അതിക്രമം നടത്തിയത്. വീടിന്റെ കാർപോർച്ചിൽ കിടക്കുകയായിരുന്ന കാറിന്റെ ബോണറ്റാണ് കരിങ്കല്ല് കൊണ്ട് ഇടിച്ചു തകർത്തത്. തടയാനെത്തിയപ്പോഴാണ് ഹനീഷിന്റെ ഭാര്യ വീണയെ രാകേഷ് ആക്രമിച്ചതും. തുടർന്ന് ഹനീഷിന്റെ മക്കളെ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി രാകേഷ് കടന്നുകളയുകയായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇന്നലെ രാത്രിയാണ് രാകേഷിനെ പറവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വീട്ടിൽ അതിക്രമിച്ചു കടന്നതിനും നാശനഷ്ടം വരുത്തിയതിനും ഭീഷണിപ്പെടുത്തിയതിനുമടക്കമാണ് പ്രതിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. സംഭവ സമയത്ത് ഹനീഫിന്റെ അമ്മയും ഭാര്യയും കുഞ്ഞും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഹനീഷിന്റെ അയൽക്കാരനായ രാകേഷിനെയാണ് സംഭവത്തിൽ അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച വൈകിട്ട് 3:30യോടെയാണ് രാകേഷ് വീട്ടിലേക്ക് അതിക്രമിച്ചു കടക്കുന്നതെന്നാണ് ഹനീഷ് പറയുന്നത്. മുറ്റത്ത് കിടന്ന കാറാണ് ആദ്യം ഉന്നമിട്ടത്. പിന്നീട് കിടപ്പുമുറിയുടെ ജനൽ ചില്ലുകളും അടിച്ചു തകർത്തു. Don't worry money ഉണ്ടെന്നീ മണി ഈസിയായി നേടൂ വള്ളുവനാട് ഈസി മണി. ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും. പരാതി കൊടുത്തെങ്കിലും രാത്രി 11 മണിക്കും 1 മണിക്കും 2 മണിക്കുമൊക്കെ ഇതേ സംഭവം തന്നെ ആവർത്തിച്ചുവെന്നും ഹനീഷ് പറയുന്നുണ്ട്. ലഹരി ഉപയോഗത്തിനടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് രാകേഷ് എന്നാണ് വിവരം. ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം എക്സൈസ് ഉദ്യോഗസ്ഥർ ഇയാളുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. കേടാമംഗലം എക്സൈസ് റവന്യൂ ഓഫീസറായ ഹനീഫും ആ സംഘത്തിലുണ്ടായിരുന്നു. ഈ വൈരാഗ്യത്തിലായിരുന്നു രാകേഷ് ഹനീഫിന്റെ വീട്ടിൽ അക്രമം അഴിച്ചുവിട്ടതെന്നാണ് സൂചന.